السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ആദരണീയരായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ ആദർശ ബന്ധുക്കളെ, കാരുണ്യവാനായിട്ടുള്ള സർവശക്തനായ ജഗന്നിയന്താവ് നമ്മിലെല്ലാം അവൻ്റെ കാരുണ്യം, റഹ്മത്ത് സദാ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു പ്രവർത്തകയുടെ മാതാവ് ഇന്ന് മരണപ്പെട്ടു എന്ന് ഇവിടെ വന്നപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഈമാനോടുകൂടെ വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ, അവർക്കെല്ലാവർക്കും കാരുണ്യവാനായ റബ്ബ് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ മർക്കസു ദഅവ എന്ന് പറയുന്ന പ്രസ്ഥാനം, അതിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയെന്ത്, ഏറ്റവും വലിയ സവിശേഷത എന്ത് എന്ന് ചോദിച്ചാൽ, ആദർശബോധമുള്ള, അഴകുഴമ്പൻ നിലപാടില്ലാത്ത, കൃത്യതയും വ്യക്തതയുമുള്ള, പ്രമാണബദ്ധമായിട്ടുള്ള നിലപാടുകളുള്ള ഒരു മഹത്തായ പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്. ഇവിടെ പ്രമാണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ എന്ന് പ്രബോധനം ചെയ്യാൻ വേണ്ടി ആരംഭിച്ചുവോ അന്ന് മുതൽ പറയുന്നൊരു കാര്യം എന്താ? ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആൻ. അത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ, സ്വീകാര്യോഗ്യമായിട്ടുള്ള നബിചര്യ. അതാണ്. അതിനെന്താണ് തെളിവ്? പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മുമ്പ് കാലത്ത് നമ്മൾ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതി ജനങ്ങളെ ഉത്ബുദ്ധരാക്കുമായിരുന്നു. പ്രവാചകൻ്റെ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് നവോത്ഥാനത്തിൻ്റെ പാഠങ്ങൾ നൽകുകയുണ്ടായി. അപ്പോൾ മുജാഹിദുകൾ ബുദ്ധിയും ചിന്തയുമുള്ള ആളുകളായിരുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ സ്വീകരിക്കൂല. ആളുകൾ ചോദിക്കും, മൗലവി അതിനെന്താണ് തെളിവ്? ഇതിന് ആയത്തുണ്ടോ, ഹദീസുണ്ടോ എന്നൊക്കെ മുൻഗാമികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ പിന്നീട് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോയപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പത്ത് ഇവിടെ വന്നു. അൽഹംദുലില്ലാ, അത് ഒരുപാട് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം ചില ആളുകൾ എന്ത് ചെയ്തു? അവിടത്തെ ആദർശം, അവിടത്തെ നിലപാടുകളും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇങ്ങോട്ട് ഇറക്കി തുടങ്ങി. ആ സന്ദർഭത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആ സവിശേഷമായിട്ടുള്ള ഗുണങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങിയത്. അറബിയിൽ വലത്തോട്ട് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന എന്തെങ്കിലുമൊക്കെ വായിച്ചാൽ അത് ആയത്താകണമെന്നില്ല, ഹദീസാകണമെന്നില്ല. എന്തായിരുന്നാലും അതൊക്കെ ദീനാണ് എന്ന് വിലയിരുത്തുന്നൊരവസ്ഥ വരികയുണ്ടായി. ഇന്ന ഇമാമ് പറഞ്ഞിരിക്കുന്നു, ഇന്ന ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദീനാണ് എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുണ്ടായി. സഹോദരങ്ങളെ,
ഈ മഹത്തായ നമ്മുടെ പ്രസ്ഥാനം കേരള വിദഗ്ധത്തുൽ മുജാഹിദീൻ മർകസു ദഅവ എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ലോകത്തോട്, ഈ കേരളക്കരയിലുള്ള ചിന്താശേഷിയുള്ള ആളുകളോട് ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ. അതാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. സൂറത്തുൽ നിസാഇന്റെ 59-ാമത്തെ വചനം. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെയും അനുസരിക്കുക. അപ്പൊ അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ കിതാബ് അനുസരിക്കുക. അപ്പൊ ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആനാകുന്നു. എത്രയോ വചനങ്ങളിൽ പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. സൂറത്തു ആറാഫിന്റെ 3-ാമത്തെ വചനം, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റുവിൻ. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, മറ്റുള്ള ശക്തികളുടെ, അല്ലാഹുവിന് പുറമെയുള്ള ശക്തികളുടെ കാര്യങ്ങൾ നിങ്ങൾ പിൻപറ്റരുത് എന്നുള്ള. അപ്പോൾ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത്, അതാണ് ഒന്നാമത്തെ പ്രമാണം. നിങ്ങൾ നോക്കൂ, ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ അബദ്ധങ്ങളില്ല, അതിൽ ലൈഫ് എന്ന് പറയുന്ന സംഭവമല്ല, ദുർബലമായത് അതിലില്ല. അത് സത്യസമ്പൂർണമാണ്. അതിൻ്റെ ഒന്നാമത്തെ അധ്യായം നമുക്കറിയാം. ഏതാണ്? പറയൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. സൂറത്തുൽ ഫാത്തിഹ. അത് മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള 114 അധ്യായങ്ങൾ, ആ അധ്യായങ്ങള്, അതുപോലെ അതിൻ്റെ സൂക്തങ്ങള്, അതിനൊന്നും മാറ്റമില്ലാതെ ഖിയാമത്ത് നാളോളം അല്ലാഹു തആല സംരക്ഷിക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഹിജ്റിലെ ഒരു സൂക്തമാണത്. നാമാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്, അതിന് നാം സംരക്ഷിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഈ ഖുർആനിലെ അനർത്ഥങ്ങള്, അസത്യങ്ങള് അത് വരികയില്ല. ഖുർആന്റെ ഒരു പ്രത്യേകതയാണത്. ലാ യഅതീഹിൽ ബാതുലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി. അതിന്റെ മുമ്പിലൂടെയോ പിന്നിലൂടെയോ ഒരു ബാത്തിലായ കാര്യവും വരികയില്ല. എന്താ കാരണം? തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. അത് യുക്തിമാനായിട്ടുള്ള, സ്തുത്യർഹനായിട്ടുള്ള, സർവശക്തനായ റബ്ബിന്റെ അടുക്കൽ നിന്ന് അവതീർണമായിട്ടുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ഒട്ടേറെ പ്രത്യേകതകൾ അറിയാം അല്ലേ? നമ്മൾ ഖുർആനിന്റെ ഒരു അക്ഷരം പാരായണം ചെയ്താൽ അതിനെന്തുണ്ട്? പറയൂ, എന്തുണ്ട്? പ്രതിഫലമുണ്ട്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന. അവന് അത് നിമിത്തം എന്തുണ്ട്? നന്മയുണ്ട് എന്ന. അള്ളാഹിന്റെ കിതാബ് എന്ന ഒരു അക്ഷരം വായിച്ചാൽ, എന്നിട്ട് നമുക്കറിയാലോ അലിഫ് ലാം മീം എന്ന് പറയുന്നത്, ലാ അഖൂലു ലക്കും അലിഫ് ലാം മീം ഹർഫുൻ, അതൊരു അക്ഷരമാണെന്ന് പറയുന്നില്ല. പക്ഷേ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, അതൊക്കെ വ്യത്യസ്തമായ അക്ഷരങ്ങളാണെന്ന. ഓരോന്നിനും പ്രതിഫലമുണ്ട് എന്നുള്ളതാ. എന്നാൽ മറ്റേതെങ്കിലും വായിച്ചാൽ അതുപോലെ കൂലിയുണ്ട് എന്ന്, പ്രതിഫലമുണ്ടെന്ന് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ടോ? ഹദീസ് വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും അറബിയിലുള്ള കിതാബുകൾ, ഒരുപാട് കിതാബുകളുണ്ട് അറബിയിൽ, അതിലേതെങ്കിലും ഒരു അക്ഷരം വായിച്ചാൽ, അള്ളാഹിൻ്റെ കിതാബിലെ അക്ഷരങ്ങൾ വായിച്ച ആ പ്രതിഫലം കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏത് ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചാലാ കൂലിയുള്ളത്? അള്ളാഹിൻ്റെ കിതാബിൽ നിന്നാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണത്. ഹദീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതിലെന്തുണ്ട്? ലഈഫുണ്ട്, അല്ലെങ്കിൽ ദുർബലമായതുണ്ട്. എന്നാൽ ഖുർആൻ എന്ന് പറയുന്നത് അത് സത്യസമ്പൂർണമാണ്, അബദ്ധങ്ങൾ പിടിപെടാത്തതാണ്, അത് സുവ്യക്തമാണ്. അതാണ് ഖുർആനിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ അറിയുക. എന്നാൽ പ്രിയമുള്ളവരെ, കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള, ഇസ്ലാഹി ആശയങ്ങൾ വർജിച്ചിട്ടുള്ള, എന്നാൽ ഇപ്പോഴും ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ, ഞങ്ങളാണ് സലഫികൾ എന്ന് പറയുന്ന ചില ആളുകൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
അവർ പറയുന്നത് ഖുർആൻ എന്ന് പറയുന്നത് അതുപോലെ ഹദീസ് എന്ന് പറയുന്നത് വ്യത്യാസമില്ല, രണ്ടും ഒന്നാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ മലയാളത്തിൽ പുസ്തകം എഴുതിയിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചില ആളുകൾക്ക് സംശയമുണ്ടേ, എന്തിനാണ് ഈ മർക്കസ് ദഅവ വിഭാഗം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഇവിടെ മുജാഹിദുകളുടെ പേരിൽ സലഫികൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കുക മാത്രമല്ല, പുസ്തകങ്ങൾ എഴുതുകയാണ്. നിങ്ങൾ നോക്കൂ, ഞാനൊരു പുസ്തകം ഖുർആൻ വിവരണം പരിഭാഷകളും വ്യാഖ്യാനങ്ങളും വായിക്കുന്നവർക്കുള്ള ഒരു മാർഗരേഖ എന്ന് പറയുന്ന അബ്ദുൽ കരീം അമാനി എഴുതിയിട്ടുള്ള പുസ്തകം, ആ പുസ്തകത്തിൻ്റെ 33-ാമത്തെ പേജിൽ ഒരു ഹെഡിങ് തന്നെയുണ്ട്. എന്താ ഹെഡിങ്? ഖുർആനിനും സുന്നത്തിനുമിടയിൽ വിവേചനം പാടില്ല. നഊദു ബില്ലാഹ്. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇത് ശരിയാണോ? ഖുർആനിന് തുല്യമായിട്ട് ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ? ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ ഈ അള്ളാന്റെ കിതാബിന് തുല്യമായിട്ട് എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഈമാൻ ഖറാബാകും, ഈമാൻ നശിക്കും. കാരണം ഈമാൻ കാര്യങ്ങളുണ്ടല്ലോ 6: അള്ളാഹുവിലുള്ള വിശ്വാസം, മലായികത്തുകളുടെ വിശ്വാസം, പിന്നീട് എന്താണ് പറയൂ? ഈമാൻ കാര്യത്തിൽ അടുത്തത് എന്താണ് പറയൂ? വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അതിൽ ഒന്നെന്താ? വിശുദ്ധ ഖുർആനിലെ വിശ്വാസം. ഖുർആനിലെ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ്? ഖുർആന് തുല്യമായിട്ടൊന്നും തന്നെയില്ല. അതൊക്കെ നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഖുർആനിനും സുന്നത്തിനുമിടയിൽ വിവേചനം പാടില്ല എന്ന് എഴുതിയിട്ടുള്ളത്. തെറ്റാണോ ശരിയാണോ? ഈ എഴുതിയത് എന്താണ്? തെറ്റാണ് എന്ന് മാത്രമല്ല, മഹാ തെറ്റാണ്, വലിയ അബദ്ധമാണ്, ഈമാൻ ഖറാബാകുന്ന, ഈമാൻ നശിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ എഴുതുന്നത് കൊണ്ടാണ് ഈ കേരളക്കരയിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ അതിജീവിച്ചുകൊണ്ട് കേരള നിദവത്തുൽ മുജാഹിദീൻ മർക്കസു ദഅവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ പുസ്തകത്തിന്റെ മറ്റൊരു പേജ് 29-ാമത്തെ പേജ്, അതിൽ കാണാം ഖുർആനും സുന്നത്തും തുല്യ പ്രമാണങ്ങൾ. ഹെഡിങ് ആണ്, നിങ്ങൾ ആലോചിക്കണം. ഖുർആനും സുന്നത്തും തുല്യ പ്രമാണങ്ങൾ ആണോ? ഖുർആനും സുന്നത്തും തുല്യ പ്രമാണങ്ങളല്ല. ഒന്നാമതായിട്ട് ഖുർആൻ, ആ ഖുർആനിനോളം എത്തുന്ന ഒന്നും തന്നെയില്ല എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക തന്നെ വേണം. എന്നിട്ട് ഇതിൽ എഴുതിയിരിക്കണം, പ്രാമാണികതയുടെ കാര്യത്തിൽ ഖുർആനും സുന്നത്തും ഒരുപോലെ തന്നെയാണ്. നഊദു ബില്ലാഹ്. ഇതായിരുന്നു മുൻകാല പണ്ഡിതന്മാർ. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ സിറാജ് മദനി പറഞ്ഞല്ലോ, ഈ KM മൗലവിയുടെ ഒക്കെ പ്രവർത്തന മണ്ഡലമായിരുന്നു ഈ പ്രദേശങ്ങളെന്നാണ്. ആ കാലഘട്ടം മുതൽ നമ്മൾ പ്രവർത്തിച്ച് ഈ ജനങ്ങളോട് പറഞ്ഞ കാര്യം എന്താ? ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആൻ, രണ്ടാമത്തേതാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവരെന്താണ്? രണ്ടും ഒന്നാണ് എന്നുള്ള ഒരു സന്ദേശമാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ട കാര്യം എന്താ? ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്, അത് നമ്മൾ പറയുകയുണ്ടായി. ഇനി രണ്ടാമത്തെ പ്രമാണം എന്താ? അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ, ഹദീസുകൾ എന്ന് പറയാറില്ലേ, അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറയാറില്ലേ. അതായത് എന്താണ് സുന്നത്തുകൾ, എന്താണ് ഹദീസുകൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതായത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മതപരമായിട്ടുള്ള, മതവുമായി ബന്ധപ്പെട്ട, ശർഉമായി ബന്ധപ്പെട്ട, ശരീഅത്തുമായി ബന്ധപ്പെട്ട വാക്കുകളും പ്രവൃത്തികളും അംഗീകാരങ്ങളും, അതിനാണ് എന്ത് പറയുക? തിരുസുന്നത്ത് എന്ന് പറയുക. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമല്ലാത്ത എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, ചെയ്തു എന്ന് വിചാരിക്കുക. അത് സുന്നത്താണോ? പ്രതിഫലം കിട്ടുന്ന സുന്നത്താണോ? പറയൂ. അല്ല. ഉദാഹരണം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രവാചകൻ എന്തിനാണ് യാത്ര ചെയ്തിരുന്നത്? പറയൂ. വെരി ഗുഡ്. എന്താണ്? ഒട്ടകപ്പുറത്തായി. അന്ന് പ്ലെയിൻ ഉണ്ടായിരുന്നോ? ഇല്ല.
അന്ന് കപ്പലോ അല്ല പിന്നെ ഇതുണ്ടല്ലോ, പ്ലെയിനോ അല്ലെങ്കിൽ ട്രെയിനോ അല്ലെങ്കിൽ ബസ്സോ കാറോ ഒന്നുമില്ലല്ലോ. ഒട്ടകപ്പുറത്ത് അല്ലെങ്കിൽ കഴുതപ്പുറത്താണ് സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ പ്രവാചകൻ ചെയ്തതൊക്കെ പ്രതിഫലം കിട്ടുന്ന സുന്നത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കഴുതയെ വാങ്ങണം അല്ലെങ്കിൽ ഒട്ടകം വാങ്ങണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ നിന്ന് ഈ കൊടുങ്ങല്ലൂർ ഈ പള്ളിയിലേക്ക് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് എങ്ങനെ പോകണം? ഒട്ടകപ്പുറത്ത് പോകണ്ടേ? അത് സുന്നത്താണോ? കൂലി കിട്ടുന്ന കാര്യമാണോ? നിങ്ങൾ നോക്കൂ, ഇതാ ഈ മനോഹരമായ പള്ളി. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്തെല്ലാം കൂലിയാ. പിന്നെ നമ്മൾ ആ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് കാല് വെച്ച് കയറണം? പറയൂ. വലത് കാല് വെച്ച് കയറണം. അത് സുന്നത്താണ്. അതിന് പ്രതിഫലമുണ്ട്. മലക്ക് രേഖപ്പെടുത്തും. വലത് കാല് വെച്ച് കയറുമ്പോൾ എന്താ പ്രാർത്ഥിക്കുക? അതെ, ആ ഭാഗത്തൊന്നും പറയില്ല കേട്ടോ, നിങ്ങൾ കുറ്റപ്പെടുത്തല്ല, ധൈര്യമായിട്ട് പറയണം. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരയണമേ. അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമാണ്. എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ സംഗതികൾക്കും അള്ളാഹിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. മനസ്സിലാക്കണം. ആ കാരുണ്യം എനിക്ക് തുറന്നു തരണേ എന്നാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയുന്നത്. അതിന് നമുക്ക് എന്തുണ്ട്? കൂലിയുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു തഹയ്യത്ത് നമസ്കരിക്കാം. പള്ളിയിൽ കയറിയാൽ നമ്മൾ എന്ത് ചെയ്യണം? 2 റക്അത്ത് നമസ്കരിക്കണം. ശക്തമായ സുന്നത്താണത്. അതിനെന്തുണ്ട്? കൂലിയുണ്ട്. എന്നിട്ട് നമ്മൾ ജമാഅത്ത് നമസ്കാരം കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെന്തുണ്ട്? പ്രതിഫലം ഉണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ ഒരു 5 മിനിറ്റ് ജമാഅത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നാൽ നമ്മൾ കാണാത്ത മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു സഹോദരിയാണ് പള്ളിയിൽ വന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക, ആ സഹോദരിക്ക് നീ പുറത്തു കൊടുക്കണമേ. മലക്ക് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ കരുണ ചെയ്യണമേ. അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ എന്നാര് പ്രാർത്ഥിക്കും? മലക്കുകൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എന്താണ്? സുന്നത്ത്. നമ്മൾ മുടി ചീകുന്നത് അതെന്താണ്? സുന്നത്താണ്, പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നത് എന്താ? അറബികളുടെ ഒരു സ്വഭാവമുണ്ട്. അവർ വടിയോ വാളൊക്കെ ആയിട്ടാണ് നടക്കുക. അതവരുടെ പരമ്പരാഗതമായ രീതിയാണ്. നബിയും അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളൊരു വടിയോ അല്ലെങ്കിൽ ഒരു വാളൊക്കെ പിടിച്ച് നടക്കുന്നത് സുന്നത്താണോ? പ്രതിഫലം കിട്ടുന്ന കാര്യമാണോ? പറയൂ. അല്ല. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എന്താണ് സുന്നത്തെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂല് മതപരമായിട്ട് ദീനിൻ്റെ ഭാഗമായിട്ട് പറയുന്ന വാക്കുകളും പ്രവൃത്തികളും അംഗീകാരങ്ങളും അതാണ് സുന്നത്ത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഹശ്റിന്റെ 7-ാമത്തെ വചനം എന്താ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക. റസൂലുള്ള വെടിയാൻ പറഞ്ഞത്, ഉപേക്ഷിക്കാൻ പറഞ്ഞത് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ റസൂൽ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെയുള്ള അധ്യാപനങ്ങൾ, അവിടുത്തെ മതപരമായിട്ടുള്ള തിരിച്ചര്യകൾ അത് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ആ റസൂലിൻ്റെ ആ ചര്യകളുണ്ടല്ലോ, അത് മതത്തിൻ്റെ 2-ാമത്തെ പ്രമാണമാണ്. ചില ആളുകളുണ്ട് ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ, ചേകന്നൂരികൾ. നിങ്ങൾ കേട്ടില്ലേ? അവരെന്താണ്? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയും. ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട്. അത് സത്യത്തിൽ എന്താണ്? ഒരു വാചോടാപമാണ്. സത്യത്തിൽ അവർ ഖുർആൻ മുഴുവൻ അംഗീകരിക്കുന്നില്ല. ഖുർആൻ മുഴുവൻ അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ തിരുസുന്നത്തും അംഗീകരിക്കാൻ അവർ നിർബന്ധിതരാണ്. കാരണം സുന്നത്ത് അംഗീകരിക്കാതെ ഖുർആൻ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ 2-ാമത്തെ പ്രമാണമാണ് ഹദീസ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ എത്രയോ വചനങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഓതിയ ആയത്തുണ്ടല്ലോ, സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്ത്. അതെന്തായിരുന്നു? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുക. റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞത് അർത്ഥം റസൂലുള്ളാഹിന്റെ ചര്യയെ, നടപടിക്രമങ്ങളെ, മതപരമായിട്ടുള്ള നടപടിക്രമങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ്.
അതാണ് ഹദീസ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണമാണ് എന്നുള്ളതിനുള്ള വിശുദ്ധ ഖുർആനിലെ മറ്റൊരു തെളിവ്. അതുപോലെ ഇഷ്ടം പോലെ തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ വേണ്ടി കഴിയും. സൂറത്തു നിസാ 65-ാമത്തെ ആയത്ത്. ഞാൻ സമയദൈർഘ്യം പറയുന്നുകൊണ്ടത് വായിക്കുന്നില്ല. മഹാനായിട്ടുള്ള ഇമാം നബവി റഹിമഹുല്ല വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, ഈ സഹീഹ് മുസ്ലിമിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ്. അതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഫഇന്ന സുന്നത ഹിയ അസ്ലു സാനി മിൻ ഉസൂലിൽ അഹ്കാമി ശർഇയ്യതി ബഅദൽ ഖുർആനിൽ അളീം. മഹത്തായ ഖുർആനിന് ശേഷം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ രണ്ടാമത്തേതാകുന്നു തീർച്ചയായും തിരുസുന്നത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണം എന്താ? തിരുസുന്നത്ത്. അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയുക? നിസായിലെ 59-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അതുപോലെ ഹശറിലെ 7-ാമത്തെ ആയത്ത് പറയുന്നുണ്ട്, അതുപോലെ നിസായിലെ 65-ാമത്തെ ആയത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ വചനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗം ഉണ്ടല്ലോ, അതെവിടെയായിരുന്നു? ഹജ്ജത്തുൽ വദാഇൽ അല്ലേ? ഹജ്ജത്തുൽ വദാഇലെ അറഫയിലെ ആ പ്രസംഗം. ആ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒന്നെന്താണ്? പലപ്പോഴും നിങ്ങൾ കേട്ടതാണ്, തറക്തു ഫീകും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയിഹി. രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഞാൻ വിട്ടേച്ചു പോകുന്നു. ഒന്നെന്താണ്? പറയൂ. അള്ളാഹുവിൻ്റെ കിതാബ്, രണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ തിരുചര്യ. അതാണ് ഒന്നാമത്തേത് ഖുർആൻ തന്നെ, രണ്ടാമത്തേത് പ്രവാചകൻ്റെ തിരുചര്യ. ഈ തിരുചര്യയാണ് രണ്ടാമത്തെ പ്രമാണം. ചില ആളുകൾ, ഇപ്പോൾ നിങ്ങൾ അദ്ദേഹം എഴുതിയത് ഞാൻ നേരത്തെ വായിക്കണ്ടായി, ആലോചിക്കണം. അവരങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. ഞാൻ വ്യക്തമായി പറയുന്നു, ഇവിടെയുള്ള വിസ്ഡം ടീം ഉണ്ടല്ലോ, അതുപോലെ വിസ്ഡം വിഭാഗത്തിൽ തന്നെ ഒരുപാട് ആളുകൾ, വേറെ ഗ്രൂപ്പുകളുണ്ട്, സക്കരിയ വിഭാഗം, അതുപോലെ തന്നെ വേറെ കുറേ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾ നിങ്ങൾ കേട്ടില്ല, അത്തിക്കാട് വിഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട്, മങ്കട വിഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതായിരുന്നാലും അത്തരം ആളുകളൊക്കെ എന്താ നിങ്ങൾ ഇന്ന ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അറബിയിലുള്ള കിതാബുകൾ വായിച്ച് അതൊക്കെ ദീനാണ് എന്നുള്ള രൂപത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ശുദ്ധമായ അസംബന്ധമാണ്. ഈ ആദർശത്തിൻ്റെ വിഷയത്തിൽ ഒരു തങ്ക സമാനമായിട്ടുള്ള, ഇപ്പോൾ 916 കാരറ്റ് സ്വർണം എന്നൊക്കെ പറയാറില്ലേ, ഒരു പരിപാവനമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ആദർശ വ്യക്തത അത് നമുക്കാണുള്ളത്. ഒന്നാമത് ഖുർആൻ, രണ്ടാമത്തത് സഹീഹായിട്ടുള്ള ഹദീസ്. ഇവർ മൻഹജിൻ്റെ പിന്നാലെ പോവുക. മൻഹജ് നിങ്ങൾ മദ്ഹബുകൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഹനഫി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ് എന്നൊക്കെ. ഈ മൻഹജി എന്ന് ഒരു 10-20 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ ഒരു 2000-ന് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൻഹജി എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ല. എന്നാൽ ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ പറയപ്പെടുന്ന ഒരു വാക്കാണെന്ത്? മൻഹജ്. സലഫി മൻഹജ് അനുസരിച്ചായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുജാഹിദുകളുടെ മുൻഗാമികളായ നവോത്ഥാന നായകന്മാർ, മഹാനായിട്ടുള്ള അമാനി മൗലവിയെ പോലെ, KP മുഹമ്മദ് മൗലവിയെ പോലെ, K ഉമർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാരെന്താ പഠിപ്പിച്ചത്? ഖുർആനും സഹിയായി തിരുസുന്നത്തുന്ന മൻഹജ് എന്നല്ല. മൻഹജി എന്നാരാ പറഞ്ഞത്? ഈ ഗൾഫ് സലഫിസത്തിൻ്റെ ആളുകളാണ് പറഞ്ഞത്. നമ്മളതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താ യുദ്ധം? മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമല്ല, മറിച്ച് നമ്മുടെ ആയുധങ്ങൾ എന്താ? നമുക്ക് വജ്രായുധങ്ങളുണ്ട്. നമ്മുടെ വജ്രായുധങ്ങൾ എന്താ? പറയൂ. ഒന്ന്, അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ. രണ്ടോ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായിട്ടുള്ള തിരുസുന്നത്ത്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഖുർആന് പോലെയല്ല ഹദീസ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, അതിൻ്റെ ഒന്നാമത്തെ അധ്യായം ഏത്, അവസാനത്തെ അധ്യായം ഏത്, എത്ര ആയത്തുകളുണ്ട്, ഇതൊക്കെ വളരെ വ്യക്തമാണ്, കൃത്യമാണ്. എന്നാൽ ഹദീസുകൾ അങ്ങനെയല്ല. ഹദീസുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം, ഹദീസുകൾ സഹീഹായ ഹദീസുണ്ട്, ലഈഫായ ഹദീസുണ്ട്, മുൻകറായ ഹദീസുണ്ട്, മുഅല്ലലായ ഹദീസുണ്ട്, മുർസലായ ഹദീസുണ്ട്, അതുപോലെ തന്നെ മുൻഖതയായിട്ടുള്ള ഹദീസുണ്ട്, മുദ്റജായ ഹദീസുണ്ട്, അതുപോലെ മുൽതരിബായ ഹദീസുണ്ട്, ഷാദ്ദായ ഹദീസുണ്ട്, മൗദൂആയ ഹദീസുണ്ട്. അനവധി ഇനങ്ങളാ ഹദീസുകൾ. ഖുർആൻ പോലെയല്ല.
ഹദീസുകൾക്ക് അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. സഹീഹായിട്ടുള്ള ഹദീസുകളുണ്ടല്ലോ, അത് തന്നെ പിന്നെ മുത്തവാത്തിർ എന്ന് പറയും. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായിട്ട് പിന്നെ ശരിയായിട്ട് സ്വീകരിക്കാവുന്ന ഹദീസുകളാണ്. എന്നാൽ ആഹാദായിട്ടുള്ള വിഭാഗമുണ്ട്, അതിനകത്ത് പിന്നെ പ്രശ്നങ്ങൾ വരും. സഹീഹ് മാത്രമല്ല അല്ലാത്തതുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹദീസുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുൻകറായിട്ടുള്ള ഹദീസ്, മുഅല്ലലായിട്ടുള്ള ഹദീസ് എന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ഹദീസുകൾ സ്വീകരിക്കാൻ കുറേ മാനദണ്ഡങ്ങൾ മുൻകാല പണ്ഡിതന്മാർ വെച്ചിട്ടുണ്ട്, മുഹദ്ദിസുകൾ വെച്ചിട്ടുണ്ട്. ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രശാഖ തന്നെ ഇസ്ലാമിലുണ്ട് എന്നുള്ളതാണ്. ഹദീസ് എന്ന് പറയുമ്പോൾ ഖുർആൻ പോലെയില്ല. ഇപ്പം നിങ്ങൾ ഖുർആനിൽ നിങ്ങൾ നോക്കൂ, ഒരു അധ്യായത്തിൽ ഏതെങ്കിലും ഒരു അധ്യായത്തിൻ്റെ പേര് പറയൂ. ചെറിയൊരു അധ്യായം പറഞ്ഞോളൂ. ഒരു സൂറത്ത് യാസീൻ. അതിൻ്റെ ഒന്നാമത്തെ ആയത്ത് ഏതാണ്? പറയൂ. യാസീൻ, അതാണ് ഒന്നാമത്തെ ആയതല്ലേ? എന്നാൽ ഹദീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ? ഹദീസിന് പിന്നെ 2 ഭാഗങ്ങളുണ്ടാവും. ഒന്ന് സനദുണ്ട്, മറ്റൊന്ന് മത്നുണ്ട്. സനദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സനദിൻ്റെ ഒരു ഭാഗമാണത്. മത്ന് എന്ന് പറഞ്ഞാലോ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം, അതിനാണ് മത്ന് എന്ന് പറയുക. സനദുണ്ട്, മത്നുണ്ട്. അപ്പോൾ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? സനദും ശരിയാവണം, മത്നും ശരിയാകണം. ഈ സനദ് ശരിയാവണം എന്ന് പറഞ്ഞാൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആര് കേട്ടു? ആരാ കേൾക്കാൻ സാധ്യതയുള്ളത്? നമ്മളാരെയും കേൾക്കുവോ? ഇല്ല. സ്വഹാബികളാ കേൾക്കുക. സ്വഹാബികളിൽ നിന്ന് ആരാ കേൾക്കുക? താബിഈങ്ങളാ കേൾക്കുക. ആ താബിഈങ്ങളിൽ നിന്ന് ആരാ കേൾക്കുക? തബഉ താബിഈങ്ങളാ കേൾക്കുക. അങ്ങനെ കേട്ട് എവിടെ എത്തും? ഇമാം ബുഖാരി വരെ, അല്ലെങ്കിൽ മുസ്ലിം വരെ, അല്ലെങ്കിൽ അബൂദാവൂദ് വരെ, തിർമിദി വരെ, നസായി വരെ, ഇബ്നു മാജ വരെ, അങ്ങനെയുള്ള മുഹദ്ദിസീങ്ങൾ വരെ. ആ പരമ്പരയിലുള്ള മുഴുവൻ നിവേദകന്മാരും വിശ്വസ്തന്മാരായിരിക്കണം, സത്യസന്ധന്മാരായിരിക്കണം, മുസ്ലിങ്ങളായിരിക്കണം, വിമർശിക്കപ്പെടാത്ത ആളുകൾ ആയിരിക്കണം. മനസ്സിലാക്കണം. അങ്ങനെയുള്ള പരമ്പര ഉള്ളതാണ് സഹിഹായിട്ടുള്ള പരമ്പര. ഇനി അതിൻ്റെ ആ കണ്ടൻറ്റോ ഉള്ളടക്കമോ അത് ഖുർആനിൻ്റെ തത്വങ്ങൾക്ക് യോജിക്കുന്നതായിരിക്കണം, അറിയപ്പെട്ട ചരിത്ര വസ്തുതകൾക്ക് യോജിക്കുന്നതായിരിക്കണം. അതുപോലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇജ്മാഇന് അനുസൃതമായിരിക്കണം. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വാക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭാഷ സമ്പന്നമായിരുന്നു, സാഹിത്യ സമ്പുഷ്ടി ഉള്ളതായിരുന്നു. ആ ഒരു ഉന്നതമായ നിലവാരമുള്ള പദപ്രയോഗങ്ങളായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് നിബന്ധനകൾക്ക് അനുസൃതമായിട്ടുള്ള വചനങ്ങൾ മാത്രമാണ് സ്വീകാര്യയോഗ്യമാകുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഒരു വചനമുണ്ട്. എന്താ വചനം എന്ന് അറിയങ്ങൾ? അൽ ബാദിൻജാനു ഷിഫാഉം മിൻ കുല്ലി ദാ. ബാദിൻജാൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വഴുതനങ്ങ. വഴുതനങ്ങ ഷിഫ എന്ന് പറഞ്ഞാൽ ശമനമാണ് എന്ന്. മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിനും വഴുതനങ്ങ ശമനമാണ് എന്ന് പറഞ്ഞിട്ടൊരു ഹദീസുണ്ട്. ഇത് സഹിഹാണോ? റസൂലുള്ള പറഞ്ഞതാണോ? ഒരിക്കലുമല്ല. ഇത് മൗലു ആണ്. മനഃപൂർവ്വം അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേൽ കെട്ടിച്ചമച്ച വചനങ്ങളാണ്. മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെ കുറേ വചനങ്ങളുണ്ട്. എത്രയോ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഒരുപാട് വചനങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, മറ്റൊരു കാര്യം. ഇപ്പോൾ ഒരാൾ പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരിക. എന്താ വന്നിട്ട് പറയുന്നത്? എനിക്ക് കുട്ടികളൊന്നുമില്ല, വളരെ കുറഞ്ഞ കുട്ടികളുള്ളൂ, അവർ ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഈ സവാള ഉണ്ടല്ലോ, വലിയ ഉള്ളി സവാള, അത് കഴിക്കുക എന്ന് പറഞ്ഞു. അത് കഴിച്ചാൽ എന്ത് ചെയ്യും? ധാരാളം കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണ്? ഇത് ഹദീസായിട്ട് പറയാ, സത്യത്തിൽ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതല്ല, മൗലു ആയിട്ടുള്ള മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ട് ഹദീസാ. ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നു. വശകാ ഇലൈഹി ഖില്ലത്തുൽ വലദ്, എന്നിട്ട് ആവലാതിപ്പെട്ടു. എന്താ പരാതി പറയുന്നത്? പ്രവാചകരെ, എനിക്ക് കുഞ്ഞുങ്ങൾ അല്പം മാത്രമാണ്. ഫഅമറഹു, പ്രവാചകൻ അദ്ദേഹത്തോട് കൽപ്പിച്ചു. എന്താ കൽപ്പിക്കുന്നത്? ബിഅക്ലിൽ ബസ്വൽ. ബസ്വൽ പറഞ്ഞാൽ സവാള, അത് കഴിക്കാൻ വേണ്ടി പറഞ്ഞ. അപ്പം എന്താ? ഹദീസുൻ മൗളൂഉൻ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള വചനം. ഇങ്ങനെ കുറേ വചനങ്ങളുണ്ട്. അതിലൊരു വചനമാണെന്ത്? എന്താണ് വചനം? സഹോദരങ്ങൾ കേൾക്കാറില്ലേ? ഈ വ്യഭിചാരത്തിലൂടെ ഉണ്ടായിട്ടുള്ള വ്യക്തി കുഞ്ഞ്, ആ കുഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹദീസിന്റെ കിതാബിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിക്കുക. ആരാണ് അവിടെ തെറ്റ് ചെയ്യുക? ഈ സ്ത്രീയും പുരുഷനെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കുഞ്ഞ് തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് സ്വർഗം നിഷിദ്ധമാക്കപ്പെടുക? അത് അങ്ങനെ ചെയ്താൽ അള്ളാഹു അനീതി കാണിക്കുന്നവനാകൂലേ? പക്ഷെ അത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇമാം തുബറാനിയുടെ മുഅ്ജമുൽ ഔസത്തില് ആ ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏതാ ഹദീസ്? ലാ യദ്ഖുലു വലദു സിനൽ ജന്ന, വ്യഭിചാരപുത്രൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ ഷൈഉം മിൻ നസ്ലിഹി ഇലാ സബഅതി ആബാ, അവന്റെ 7 തലമുറയും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 7 പരമ്പരയും സ്വർഗത്തിൽ പ്രവേശിക്കൂലെന്നാ. അത് അനീതിയല്ലേ? അപ്പം അതുകൊണ്ട് എന്താണ് ആ ഹദീസ് എന്ന് പറയുന്നത്? ദുർബലമാണ് എന്ന് മഹാനായിട്ടുള്ള ഇമാം ഹൈതമി അദ്ദേഹത്തിന്റെ മജ്മഉ സവായിദ് രേഖപ്പെടുത്തുക. അത് ഖുർആൻ വിരുദ്ധമാണ്. ഖുർആൻ എന്താണുള്ളത്? സൂറത്ത് അൻആമിലെ 164-ാമത്തെ ആയത്ത്, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. അൻആമിലെ 164 നിങ്ങൾ നോട്ട് ചെയ്യണം. എന്താ അതിൻ്റെ അർത്ഥം? ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കൂല. എൻ്റെ പാപങ്ങൾ, ഞാനൊരു പാപം ചെയ്താലേ ആ പാപഭാരം എൻ്റെ മക്കളോ എൻ്റെ ഭാര്യയോ എൻ്റെ ഉമ്മയോ ഉപ്പയോ ഒന്നും വഹിക്കൂല. മനസ്സിലാക്കണം. അതാരെ വഹിക്കുക? ഞാൻ തന്നെ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹിനോട് പശ്ചാത്തപിച്ചാൽ അള്ളാഹിൻ്റെ കാരുണ്യം കണ്ടത് പുറത്തു തന്നാൽ ഓക്കെ. അല്ല എങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതിന് കുറ്റം ഞാൻ വഹിക്കേണ്ടി വരും. അതാണ് ഇസ്ലാമിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്ന തത്വതാണ്. പക്ഷേ ഈ ഹദീസിൽ എന്താ ഉള്ളത്? വ്യഭിചാരത്തിലൂടെ ഉണ്ടായിട്ടുള്ള കുട്ടി സ്വർഗത്തിൽ പോകൂലാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ ഹദീസുകളുണ്ട്. അതിലൊന്നാണ് എന്ത്? നിങ്ങൾ നോക്കൂ, ഖുർആൻ വിരുദ്ധമായിട്ടുള്ള വചനം ബുഖാരിയിൽ കാണാം. എന്ത്? ഒരു മനുഷ്യൻ, ഒരു അവിശ്വാസി, അതായത് അബൂലഹബ്, ആ അബൂലഹബിന് നരകത്തിൽ ശീതളപാനീയം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരു അടിമയെ മോചിപ്പിച്ചതിൻ്റെ ഫലമായി കൊണ്ട് എല്ലാവരും വിചാരിക്കുന്ന തരങ്ങൾ ഈ ബുഖാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ പോലെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാത്ത ആ 2 ചട്ടങ്ങൾക്കിടയിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥം ഏറ്റവും മികച്ചതാണ്. ഹദീസ് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ അതിനകത്തും എന്തുണ്ട്? അബദ്ധങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത്. എന്ത്? അബൂലഹബിന് എന്തുണ്ട്? ഈ നരകത്തിൽ ശീതളപാനീയം കിട്ടുന്നു എന്നുള്ളത്. അത് ഖുർആൻ വിരുദ്ധമാണ്. ഖുർആനിലെ 25-ാം അധ്യായം ഏതാ? സൂറത്തുൽ ഫുർഖാൻ. അതിലെ 30-ാമത്തെ ആയത്ത്, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അവിശ്വാസികളുടെ അമലുകളിലേക്ക് അല്ലാഹു തആല പരലോകത്ത് തിരിയും. എന്നിട്ട് അവരുടെ കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യും? ധൂളികളാക്കി മാറ്റും എന്നുള്ളതാണ്. അതായത് പരലോകത്ത് കാഫിറുകളുടെ അമലുകൾക്ക് ഒരു പ്രതിഫലം കിട്ടൂല എന്നുള്ളതാണ്. നരകമായിരിക്കും അവർക്കെന്ന. ദുനിയാവിൽ കിട്ടിയേക്കാം. ഇവിടെ ഇപ്പോൾ എത്രയോ അന്യമതസ്ഥരായ ആളുകൾ നന്മ ചെയ്യുന്നുണ്ട്. ആ നന്മക്ക് ദുനിയാവിൽ അവർക്ക് കിട്ടിയേക്കാം. പക്ഷേ അള്ളാഹുവിൽ അവിശ്വസിച്ചത് കൊണ്ട് അവർക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടൂല. അതാണ് ഖുർആൻ്റെ തത്വം. എത്രയോ ആയത്തുകൾ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ബുഖാരിയുടെ വചനത്തിൽ എന്തുണ്ട്? അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ശരിയാണോ? ഖുർആൻ്റെ ആയത്തിന് വിരുദ്ധമാണത്. നിങ്ങൾ നോക്കൂ. അതുപോലെ തന്നെ ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലൊരു കാര്യം പറയാം. ബുഖാരിയുടെ 3849-ാമത്തെ വചനം. ലാസ്റ്റ് കേട്ടില്ല ഒന്നുകൂടെ. ആ
ആ ആ പറയാം. ആ ആ അല്ല ആ പറയാം. അതായത് നിങ്ങൾ നോക്കൂ, എന്തറിയോ, കാണുന്നതെല്ലാം നെല്ലല്ല, അതിലെന്തുണ്ടാവും? പതിരുണ്ടാകും. ഒരു കുല തേങ്ങ കണ്ടാൽ അത് മുഴുവൻ തേങ്ങയായിരിക്കില്ല, അതിൽ പേട് തേങ്ങയും ഉണ്ടാകും. മനസ്സിലാകണ്ടല്ലോ. കാണുന്നതെല്ലാം സ്വർണ്ണമല്ല, അതിൽ മുക്കുപണ്ടവും ഉണ്ടാകും എന്നതുപോലെ. അതാണ് ഞാൻ പറഞ്ഞത്, ഖുർആനിനെ പോലെ ഖുർആൻ മാത്രമാണ്. ഹദീസുകളുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരുപാടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ വായിക്കാം. ഇപ്പോൾ 3849 വചനം സഹീഹുൽ ബുഖാരിയിൽ എന്താണെന്ന് പറയുന്നത്? അംറു ഇബ്നു മൈമൂൻ്റെ സംഭവം. റഅയ്തു ഫിൽ ജാഹിലിയ്യത്തി ഖിർദതൻ, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ കുരങ്ങുകളെ കണ്ടുനാ. ഇജ്തമ അലൈഹാ ഖിർദത്തുൻ, ഒരു കുരങ്ങൻ്റെ ചുറ്റും കുരങ്ങുകൾ അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ പിന്നെ കുരങ്ങെന്ത് ചെയ്തിട്ടുണ്ട്? കത് ജനത്ത്, വ്യഭിചരിച്ചിട്ടുണ്ട്. ഫറജമുഹ, അങ്ങനെ ഈ ചുറ്റും കുരങ്ങന്മാരെന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൂടിയിട്ട് വ്യഭിചരിച്ച കുരങ്ങിനെ എറിയാൻ. ഫറജംതുഹാ മഅഹും, ഞാൻ അവരോട് ഒപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഇങ്ങനെ എറിഞ്ഞ് ആ വ്യഭിചാരിയായിട്ടുള്ള കുരങ്ങിനെ എറിഞ്ഞു കൊല്ലാൻ. ഇത് ബുഖാരിയിലെ 3849 വചനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാൻ പറ്റൂല. എന്താ കാരണം? മനുഷ്യർക്ക് ആണ് മതപരമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കാനുള്ള ബാധ്യതയുള്ളൂ. മനുഷ്യരിൽ തന്നെ ഭ്രാന്തനായ ഒരാൾ, അയാൾക്ക് എന്തില്ല, 5 നേരം നമസ്കരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമങ്ങൾ ബാധകമല്ല. മനസ്സിലായല്ലോ. അതുപോലെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, ആ കുട്ടി നമസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമോ? ഇല്ല. അപ്പോൾ തക്ലീഫുള്ളത്, മതപരമായിട്ടുള്ള ആ ഒരു ചുമതല, കർത്തവ്യ നിർവഹണ ആ ദൗത്യം ആർക്കുള്ളത്? ബുദ്ധിയുള്ള, വിവേകമുള്ള, പ്രായപൂർത്തിയായിട്ടുള്ള മുസ്ലിമായിട്ടുള്ള ആളുകൾക്കാണ്. അതല്ലാതെ കുരങ്ങിന് എന്തില്ല? ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കണം എന്നില്ല. അപ്പോൾ പക്ഷേ ഇവിടെ എന്താണ്? കുരങ്ങ് വ്യഭിചരിച്ചു എന്ന് ബുഖാരിയിലാണുള്ളത്. ഇതിനെ നമ്മൾ എതിർക്കുക മാത്രമല്ല, നമ്മൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ ഇത് വേർതിരിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാൻ, അതായത് മഹാനായിട്ടുള്ള ഇമാം ഇബ്നു അബ്ദുൽ ബർ, അദ്ദേഹം പറയാണ്, ഫതുൽ ബാരിയുടെ 7-ാം വാള്യം 160 പേജിൽ കാണാം. വഖദ് ഇസ്തൻകറ ഇബ്നു അബ്ദുൽ ബർ ഖിസ്സത അംറു ഇബ്നു മൈമൂൻ ഹാദിഹി, അതായത് അംറു ഇബ്നു മൈമൂന്റെ ഈ കഥ മഹാനായിട്ടുള്ള ഇമാം ഇബ്നു അബ്ദുൽ ബർ നിരാകരിച്ചിട്ടുണ്ട് തീർച്ച. വഖാൽ, എന്നിട്ട് പറഞ്ഞു, ഫീഹാ ഇലാഫത്തു സിന ഇലാ ഗൈരി മുകല്ലഫിൻ, ചുമതല ബാധ്യതയില്ലാത്ത ആളിലേക്ക് അല്ലെങ്കിൽ ഈ ജീവിയിലേക്ക് ഈ സിനയുടെ കാര്യം ചേർത്തിരിക്കുന്നു. വഇഖാമത്തുൽ ഹദ്ദി അലൽ ബഹായിം, നാൽക്കാലികളുടെ മേല് ശിക്ഷാ നടപടിയും ചുമത്തപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വഹാദ മുൻകറുൻ ഇൻദ അഹ്ലിൽ ഇൽം, ഇത് വിജ്ഞാന ലോകത്തുള്ള ആളുകൾ വെറുക്കുന്ന കാര്യമാകുന്നു എന്നുള്ളതാണ്. ഇതാരാ പറയുന്നത്? നമ്മളല്ല. ആ മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രത്യേകിച്ച് ഇമാം ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞത്, ഫതുൽ ബാരി എന്ന് പറഞ്ഞാൽ ഹിജ്റ 852 വഫാത്തായിട്ടുള്ള ഇമാം ഇബ്നു ഹജർ അസ്കലാനിയുടെ ഗ്രന്ഥമാണ്. ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമാണ്. അപ്പം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. അപ്പം എന്താ അറിയോ, നമ്മൾ ബുഖാരിയെ അപമതിക്കുകയോ അല്ലെങ്കിൽ ഹദീസ് സ്വീകരിക്കണ്ട എന്ന് പറയുകയല്ല, മറിച്ച് ഹദീസ് സ്വീകരിക്കണം, ശരിയായിട്ടുള്ള
സ്വീകാര്യോഗ്യമായിട്ടുള്ള വചനങ്ങൾ സ്വീകരിക്കണം എന്ന് നമ്മൾ ഉച്ചസ്ഥരം പറയുന്ന ആളുകളാ. നിങ്ങൾ നോക്കൂ, കേരളക്കരയിൽ ഹദീസ് നിഷേധികളായിട്ടുള്ള ചേകന്നൂരികളോട് വാദപ്രതിവാദം നടത്തിയിട്ടുള്ളതാരാ? കേരള നെതുവത്തുൽ മുജാഹിദീൻ മർക്കസു ദഅവയാൻ പരപ്പനങ്ങാടിയിൽ വെച്ചിട്ട് അബ്ദുസ്സലാം സുല്ലമിയുടെ നേതൃത്വത്തിൽ, അതുപോലെ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വാദപ്രതിവാദമുണ്ട്. അതിന്റെ യൂട്യൂബ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, യൂട്യൂബിൽ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തവരാ. ഹദീസ് സ്വീകരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിൽ തള്ളേണ്ടത് ഒരുപാടുണ്ട്. അവ തള്ളണം എന്നുമാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് വചനങ്ങളുണ്ട് പ്രിയമുള്ളവരെ. നിങ്ങൾ നോക്കൂ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ ആ കുട്ടി നരകത്തിൽ പ്രവേശിക്കൂലെന്നാ. അങ്ങനെയൊക്കെ വചനങ്ങളുണ്ട്. ഹദീസുകൾ ഇങ്ങനെ ആളുകൾ പ്രവാചകന്റെ മേൽ ഉണ്ടാക്കുക, ഒരുപാട് വചനങ്ങൾ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ മദ്ഹബി പക്ഷപാതിത്വം കൊണ്ട് പിന്നെ ഷാഫി വിഭാഗക്കാർ എന്ത് ചെയ്തു അറിയോ? ഹനഫികളെ നജസ് എന്നാ സൃഷ്ടിച്ചെന്ന് പറയണ്ടായി. അങ്ങനെയാണ് സുബ്ഹാനമൻ ഖലഖൽ അഹ്നാഫ മിൻ നജസിൻ, ഹനഫികളെ നജസിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹു മഹാപരിശുദ്ധനാണെന്ന് റസൂലുള്ളാഹിന്റെ പേരിൽ ഹദീസ് കെട്ടിച്ചമച്ചതാ. ഷെയ്ഖ് അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസിൽ ലഈഫ വൽ മൗദൂഅ എന്ന് പറയുന്ന കിതാബിൽ ആ വചനം കാണാൻ വേണ്ടി കഴിയും. അവ നേരെ മറിച്ച് ഇവര് അങ്ങോട്ടുണ്ടാക്കി, സയകൂനു റജുലുൻ ഫീ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ ഒരാളുണ്ടാകും, അദ്ദേഹത്തിന്റെ പേര് യുഖാലു ലഹു മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ, അദ്ദേഹത്തിന്റെ പേരെന്താ? ഷാഫി എന്നാണ്. അദ്ദേഹം ഇബ്ലീസിനേക്കാൾ ദ്രോഹം ചെയ്യുന്നവനാണ് എന്ന് വചനം ഉണ്ടാകും. ഇങ്ങനെ ഹദീസുകൾ ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ഒരുപാട് ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, പ്രവാചകൻ മരണപ്പെട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ടായി. ഷിയാക്കള്, ജൂതന്മാര്, ഇറാഖിന്റെ ബസറക്കൊക്കെ എന്താ പേര്? ദാറുൽ ലർബ് എന്ന അറബിയിൽ കിട്ട് എഴുതി വിടുക റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കല്ലും നെല്ലും വേർതിരിക്കണം, നെല്ലും പരുവും വേർതിരിക്കണം. നമ്മളെ ആശയം എന്ന് പറഞ്ഞാൽ ഒന്ന് ഖുർആൻ, രണ്ട് സഹീഹായ തിരുസുന്നത്ത്. ആ സുഹൃത്ത് ചോദിച്ചത് അല്ലാഹു ഇത് അനുഗ്രഹിക്കട്ടെ. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, എത്ര കാര്യങ്ങളാ ഞാൻ പറഞ്ഞല്ലോ. മുൻകറായ ഹദീസ് ഉണ്ട് എന്ന് പറയണ്ടായി. എന്താ മുൻകർ എന്ന് പറഞ്ഞാൽ? അതായത് നിവേദക പരമ്പരയിൽ ദുർബലനായ വ്യക്തിയുള്ളതും വിശ്വസ്തന്മാരായ ആളുകൾക്ക് അവരുദ്ധരിച്ചതിന് വിരുദ്ധമായിട്ടുള്ളത് വരികയും ചെയ്യുക, അതിനാ മുൻകർ എന്ന് പറയാം. മുർസൽ എന്ന് പറഞ്ഞാലോ ഹുവമാ സഖത മിൻ ആഖിരി ഇസ്നാദിഹി മിൻ ബഅദി താബിഈ, പരമ്പരയിൽ താബിഈക്ക് ശേഷമുള്ള ആള് കൊഴിഞ്ഞു പോയത്, അഥവാ സ്വഹാബില്ലാത്തത്. ഒരു പരമ്പരയിലെ നബി പറയുന്നത് കേട്ടു എന്നോ കണ്ടു എന്നൊക്കെ ഒരു താബിഈ ഇങ്ങോട്ട് പറഞ്ഞ് ഹദീസ് പറയുന്നതിനാണ് മുർസൽ എന്ന് പറയുക. അങ്ങനെയൊക്കെയുള്ള വചനങ്ങളുണ്ട്. മൗഖൂഫ് ഉണ്ട്. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ പരമ്പര സ്വഹാബിയിൽ അവസാനിപ്പിക്കുന്നത്, അതിനാണ് മൗഖൂഫ് എന്ന് പറയുക. അങ്ങനെയൊക്കെയുള്ള വചനങ്ങളുണ്ട്. മുൻകത്തി ഉണ്ട്. മുൻകത്തി എന്ന് പറഞ്ഞാൽ ഹുവമാ സഖത മിൻഹു റജുലുൻ ഫീ അസ്നാഇഹി, പരമ്പരയുടെ ഇടയിൽ ഒരാൾ കൊഴിഞ്ഞു പോയിട്ടുള്ളത്. അതുപോലെ മുഅല്ലലുണ്ട്. മുഅല്ലൽ എന്ന് പറഞ്ഞാൽ പരമ്പരയിൽ രണ്ടോ അതിലധികമോ കൊഴിഞ്ഞു പോയിട്ടുള്ളത്. ഇനി മുദറജോ, മുദറജ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വാക്കുകളുടെ കൂടെ സ്വന്തം വാക്കുകളും കൂട്ടിച്ചേർത്തത്. അങ്ങനെയൊക്കെയുള്ള വചനങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞോളൂ. കേൾക്കണില്ല ഒന്നും. ആ ആ ചോദ്യം. ചോദ്യം. മനസ്സിൽ വക്രതയില്ലാത്തവരെ സംബന്ധിച്ച് അവര് പുല്ലും പിന്നെ ഭരണമായ ഹദീസുകള് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞു. ഹദീസിൽ ചോദ്യം ചെയ്യേണ്ടതിൽ ഒരുപാട് ലൈഫായിട്ടുണ്ട്. പക്ഷെ ഖുർആനും പല ആയത്തുകളും ശരിക്കും ഖുർആനും പറഞ്ഞേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പുല്ലും പിന്നെ എന്തിനാ പിന്നെ അള്ളാന്റെ വെക്കുന്നുകൊണ്ടാണ് ആയത്തുകൾ.
പക്ഷേ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് നോക്കുമ്പോൾ അത് ശരിയാവതെങ്ങനെ എന്ന് ചോദിക്കുന്നത് പോലെ ഇപ്പൊ പരിശുദ്ധ ഖുർആനിലെ ചുരുക്കി ഇപ്പൊ ഇബ്രാഹിം നബി അല്ല ഒരാളിങ്ങനെ ചിന്തിക്കരുത്. ഇപ്പൊ എന്റെ ചിന്ത നമ്മ വേറെ ഒന്നുമല്ല, അത് ചോദ്യം ചെയ്യുന്നതല്ല, നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ സൂറത്ത് ഇബ്രാഹിമിലെ ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം അല്ല പറഞ്ഞോളൂ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറയണം ഒരു കാല ഇബ്രാഹിം ആശയം പറഞ്ഞു അപ്പൊ അള്ളാഹുവിന്റെ റസൂല് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്നു ശരി. നമ്മളെ പിന്നെ പിന്നെ നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ സാറിൽ അദ്ദേഹം പിന്നെ നല്ല കാര്യത്തിനായിരിക്കും എന്തറിയോ സാറിൽ നോക്കൂ, നമ്മൾ വിഷയത്തിലേക്ക് വരിക. അതായത് മുദ്റജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പ്രവാചകന്റെ വചനത്തിൻ്റെ കൂടെ സ്വന്തം വാക്കും ചേർത്ത് രണ്ടും മിക്സാക്കിയിട്ട് ചേരുവയാക്കിയിട്ട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾക്കാണെന്ന് പറയുക മുദ്റജായിട്ടുള്ള ഹദീസ് എന്ന് പറയുക. വളരെ ലളിതമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു പ്രാർത്ഥനയാണ് ബുഖാരിയിൽ വന്ന അതാണ്. എന്താ നിങ്ങൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വദറകി ശഖാ വസൂഇൽ ഖലാ വശമാതതിൽ അദാ എന്നുള്ള ഒരു പ്രാർത്ഥന, ഒരു ഹദീസാണത്. ആ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ 6347 വചനമാണ്. അതിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്താ പറയുക, അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് നിവേദനം ചെയ്യുന്നത്. അത് പിന്നെ അതിൻ്റെ പരമ്പരയിലെ സുഫിയാൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ് ഖാല സുഫിയാൻ, ഇത് പറഞ്ഞിട്ട് പറയണം, അതായത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅബ്ബദു മിൻ ജഹദിൽ ബലാ വദറകി ശഖാ വസൂഇൽ ഖലാ വശമാതതിൽ അദാ. അതായത് വമ്പിച്ച പരീക്ഷണങ്ങൾ, അതുപോലെ നിർഭാഗ്യം പിടികൂടുന്നതിൽ നിന്ന്, ചീത്ത വിധിയിൽ നിന്ന്, അതുപോലെ നമ്മുടെ പരാജയത്തിൽ ശത്രു സന്തോഷിക്കുന്നതിൽ നിന്ന് ഒക്കെ അള്ളാഹുവിനോട് രക്ഷ തേടുമായിരുന്നു എന്നുള്ളതാണ്. ഇത് പറഞ്ഞിട്ട് കാല സുഫിയാൻ പറയാണ്, ഞാൻ വായിക്കുന്നത് ബുഖാരിയുടെ 6347 നമ്പർ വചനമാണ്. സുഫിയാൻ പറയാണ് അൽ ഹദീസു സലാസുൻ, ഇതിൽ 4 കാര്യങ്ങളുണ്ട്, പക്ഷെ 3 കാര്യങ്ങളാണ് റസൂലുള്ളാഹിൻ്റെത്. സിദ്തു അന വാഹിദ, ഞാനൊന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലാ അദ്രി അയ്യത്തുഹുന്ന ഹിയ, ഈ 4 ഒന്ന് ഞാൻ വർദ്ധിപ്പിച്ചു, അത് ഏതാണ് എന്ന് എനിക്കറിയൂല. ഈ ഇപ്പം മനസ്സിലായെങ്കിൽ റസൂലുള്ളാഹിൻ്റെ വാക്കിൻ്റെ കൂടെ സ്വന്തം വാക്ക് ചേർത്ത് മിക്സ് ആക്കിയതിനാണെന്ന് പറയുക മുദ്റജ് എന്ന് പറയുക. അപ്പം ഇങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇനങ്ങളാണ്. ഇനി മുളുത്തരിമുണ്ട്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പിന്നെ എങ്ങനെ ഒപ്പിച്ചാലും അങ്ങോട്ട് ശരിയാവാത്ത രൂപത്തിൽ വൈരുദ്ധ്യമുള്ള അതിനാണ് മുളുത്തരിവ് എന്ന് പറയുക. ഷാദ് എന്ന് പറഞ്ഞാലോ ഒരുപാട് ശരിയായ പരമ്പരക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള ഒറ്റപ്പെട്ട വചനങ്ങൾ. അപ്പം ഇങ്ങനെ കുറേ ഹദീസുകളുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ നടയെ സൂചിപ്പിച്ചിരുന്നു, പ്രബോധനം ചെയ്യേണ്ടാത്തതായിട്ടുള്ള പ്രവാചകൻ്റെ വചനങ്ങളിലെ പുണ്യം ലഭിക്കാത്തതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടാവും. അത് ഇമാം ഷാ വലിയുള്ള ദഹ്ലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചതാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിലെ മാ ലൈസ മിൻ തബ്ലീഗ് റിസാല, പ്രബോധനം ചെയ്യേണ്ടാത്തതായിട്ടുള്ള പ്രവാചക വചനങ്ങളുമുണ്ട്. ഞാൻ ഒട്ടകപ്പുറത്ത് കഴുതപ്പുറത്തൊക്കെ സഞ്ചരിക്കുന്ന കാര്യം പറയല്ലേ, അതിലൊന്നാണ് എന്ത്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോയപ്പോൾ ആളുകളുണ്ട് ഈത്തപ്പനക്ക് പരാഗണം നടത്തുന്നു. ഈത്തപ്പനെ കായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരാഗണം നടത്തണം. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഈത്തപ്പഴം ഉണ്ടായിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേത്തെ വർഷം വന്നപ്പോൾ ഈത്തപ്പഴമൊക്കെ കമ്മിയാണ്. ആളുകൾ ചോദിച്ചു, പ്രവാചകരെ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ഞങ്ങൾ പരാഗണം ചെയ്തില്ല, അപ്പോൾ ഈത്തപ്പഴം ഉണ്ടായില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അൻതും അഅലമു ബി അംരി ദുനിയാകും,
ഈ ദുനിയാവിൻ്റെ കാര്യം നിങ്ങളാണ് എന്നേക്കാൾ കൂടുതൽ അറിയുക. സഹീഹ് മുസ്ലിമിലെ 2363 വചനം. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ അത് പ്രതിഫലം കിട്ടുന്ന സുന്നത്തോ നമ്മൾ സ്വീകരിക്കേണ്ട സുന്നത്തോ അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ പെട്ടതാണ് എന്ത്? ഇപ്പോൾ തൊപ്പി ധരിക്കുക. ഈ തൊപ്പി ഉണ്ടല്ലോ, അത് അറബികളുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയാണ് ഈ തൊപ്പി തലപ്പാവ് ധരിക്കുക എന്നുള്ളത്. അത് പ്രതിഫലം കിട്ടുന്ന സുന്നത്തല്ല. അതുപോലെ തോപ്പ് ധരിക്കുക. ഇപ്പോൾ കേരളത്തിൽ കുറേ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താ പറയുക, ഈ സ്ത്രീകളുടെ നമസ്കാര കുപ്പായം പോലെ അല്ലെങ്കിൽ പള്ളിയിലച്ചന്മാരുടെ ലോഹ എന്ന് പറയില്ലേ, ഇതുപോലുള്ള ഡ്രസ്സ് ധരിക്കുന്നത് പ്രതിഫലം കിട്ടുന്ന സുന്നത്താണെന്നാണ്. ഒരിക്കലും അല്ല. എന്താണ് ഒരു പുരുഷൻ്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ പൊക്കിളിൻ്റെയും മുട്ടിൻ്റെയും ഇടയിലുള്ള ഭാഗം മറക്കാനാ. പക്ഷേ ഷർട്ടൊക്കെ ധരിച്ച് പാൻറ്റോ അല്ലെങ്കിൽ തുണിയൊക്കെ ധരിച്ച് മാന്യമായൊരു വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതല്ലാതെ ഇങ്ങനെയുള്ള കന്തൂറ എന്ന് പറയുന്ന അല്ലെങ്കിൽ തോപ്പ് എന്ന് പറയുന്ന ആ ഡ്രസ്സ് തന്നെ ധരിക്കണമെന്നില്ല. അവരെന്തായിരുന്നു കഴിച്ചിരുന്നത്? ഉണക്കമുന്തിരി, ബാർലി, ഇതൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അത് തന്നെ നമ്മൾ ചെയ്യണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ എന്താണ്? അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള രീതിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നത്തെന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ റസൂല് മതപരമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് സഹീഹായിട്ട് വരണം, മത്ന് ശരിയാവണം, സനദ് ശരിയാവണം എന്ന് മാത്രമല്ല. നിങ്ങൾ നോക്കൂ, നബിയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ വലിയ പണ്ഡിതയായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ മുതിർന്ന സ്വഹാബിമാർ വന്നിട്ട് മതപരമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. അവർ എന്താ പറയുക നിങ്ങൾ? ഒന്നാമത്തെ പ്രമാണം ഖുർആനല്ലോ. ഖുർആൻ ഓതിയിട്ടാണ് അവരെന്ത് ചെയ്യുക? മറുപടി പറയുക. നമ്മൾ മനസ്സിലാക്കണം. ആയിഷ ബുഖാരിയിൽ കാണാം, പിന്നെ അതുപോലെ മുസ്ലിമിൽ കാണാം. സഹീഹ് മുസ്ലിമിൽ 177 ഒരു വചനമുണ്ട്. അതിൽ കാണാം ചില ആളുകൾ പറഞ്ഞെന്താ പറയുക, നബി അള്ളാഹിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കണ്ടിട്ടുണ്ട്? പറയൂ. അള്ളാഹിനെ ഈ റസൂലുള്ളാഹിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ആയത്ത് ഓതിയിട്ടാണ് എന്ത് ചെയ്തത്? അവർ മനസ്സിലാക്കിയത്. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ എന്നീ ആയത്തുകൾ പാരായണം ചെയ്തിട്ട് ചില ആളുകൾ മനസ്സിലാക്കിയത് എന്താ? റസൂലുള്ള അള്ളാഹിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ്. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, നമ്മുടെ ഉമ്മയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവർ പറയാൻ കാലത്ത് അവർ പറഞ്ഞു, അന അവ്വലു ഹാദിഹിൽ ഉമ്മത്തി സഅല അൻ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂലിനോട് ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ വ്യക്തി ഞാനാകുന്നു. ഖാല ഇന്നമാ ഹുവ ജിബ്രീൽ. ഇവിടെ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരെ കണ്ടിട്ടുണ്ട് എന്നാ പറയുന്നത്? ജിബ്രീലിനെ കണ്ടിട്ടുണ്ടെന്നാണ്. അതല്ലാതെ അള്ളാഹിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ല. എന്നിട്ട് പറയാണ് അള്ളാഹിനെ കാണാൻ കഴിയോ? ഇല്ല. ആയത്ത് കൊണ്ടാ പറയുന്നത്. ഏതായത്? സൂറത്ത് അൻആമിലെ 103 ആയത്. ലാ തുദ്രികുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാറ. അതായത് ലാ തുദ്രികുൽ അബ്സ്വാറു, കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കാണുകയില്ല. വഹുവ യുദ്രികുൽ അബ്സ്വാറ, അള്ളാഹു ആകട്ടെ എല്ലാവരെയും കാണുന്നു. അൻആമിലെ 103 ആയത്. ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് അമ്പിയാക്കൾക്കാകട്ടെ നമുക്കാകട്ടെ ആർക്കുമാകട്ടെ അള്ളാഹിനെ കാണാൻ കഴിയൂല. എവിടെ വെച്ചാ കാണുള്ളൂ? പരലോകത്ത് കാണാം. ആർക്ക് കാണാൻ പറ്റുള്ളൂ? സത്യവിശ്വാസികൾക്ക് കാണാൻ പറ്റുള്ളൂ. ഖിയാമയിൽ പറയുന്നുണ്ട്, ഇലാ റബ്ബിഹാ നാളിറ എന്ന് പറഞ്ഞിട്ടുള്ള ആ വചനം അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആയത്ത് ഓതിയിട്ടാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു വചനം കൂടെ പറയാം. പിന്നെ സമയമായി പറയുമ്പോൾ പിന്നെ ചില ആളുകൾ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാവി കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു, മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന് പറഞ്ഞു, അദൃശ്യ കാര്യങ്ങൾ അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കാലത്ത്, വമൻ സഅമ അന്നഹു യുഖ്ബിറു ബിമാ യകൂനു ഫീ ഗദിൻ, നാളെ ഉണ്ടാകുന്ന സംഗതി മുഹമ്മദ് നബിക്ക് അറിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ ഫഖദ് അഅലമ അലല്ലാഹിൽ ഫിർയ, അവന് അള്ളാഹിന്റെ മേൽ വലിയ വമ്പിച്ച കളവാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ? വല്ലാഹു യഖൂൽ, അള്ളാഹു പറയുന്നു, കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. സൂറത്തുൻ നംലിലെ 67 ആയത്താണ്. പറയുക പ്രവാചകരെ, ആകാശങ്ങളിലും ഭൂമിയിലും അദൃശ്യകാര്യം അറിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു. അള്ളാഹ്ക്ക് മാത്രമേ എന്തറിയുള്ളൂ? ഗൈബ് അറിയുള്ളൂ, അദൃശ്യകാര്യം അറിയുള്ളൂ.
മുഹമ്മദ് നബിക്കോ മറ്റാർക്കും തന്നെ അറിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ എന്തോതിയിട്ടാണ് ഇവിടെ പറയുന്നത്? ഉത്തരം പറയുന്നത് ഖുർആൻ ഓതിയിട്ടാണ്. അപ്പോൾ ആളുകളുടെ സംശയങ്ങൾ നമ്മൾ എങ്ങനെ ദൂരീകരിക്കേണ്ടത്? ഖുർആൻ ഓതിയിട്ടാണ്. ഖുർആനിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രവാചകന്റെ വചനങ്ങൾ എടുക്കണം. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ രീതിശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഖുർആൻ ഒന്നാം പ്രമാണം, ഹദീസ് രണ്ടാം പ്രമാണം എന്നൊക്കെ പറയുന്നതറിയോ? സഹോദരങ്ങളെ, ഹദീസുകൾ വായിച്ചിട്ട് ആ ഹദീസുകൾക്കകത്തുള്ള ഖുർആൻ വിരുദ്ധമായ കാര്യം കൂടെ നമ്മൾ അംഗീകരിക്കണം. എന്നാലേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആവുകയുള്ളൂ എന്നാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ CD ടവറുകാരും വിസ്ഡംകാരൊക്കെ അവരെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ ഒരു മാനുഷികമായിട്ട് നമ്മൾ അവരോട് ബന്ധം മുറിക്കണം എന്നല്ല പറയുന്നത്. സ്നേഹബന്ധങ്ങൾ തുടരണം, കണ്ടാൽ സലാം പറയണം, അയൽപക്ക ബന്ധം പുലർത്തണം, മറ്റുള്ള ബന്ധങ്ങൾ പുലർത്തണം. പക്ഷേ ആദർശപരമായിട്ട് നമ്മൾ അവരോട് വിയോജിപ്പാണ്. അതിൽ ഒന്നാണെന്ത്? നിങ്ങൾ നോക്കൂ, പ്രവാചകന് സിഹർ ബാധിച്ചിട്ടുണ്ട്. 6 മാസം പ്രവാചകന് മാരണം ബാധിച്ചിട്ട് എന്ത് പറഞ്ഞു എന്ത് ചെയ്തു എന്നറിയാത്ത വണ്ണം ബുഖാരിയിൽ ഒരു വചനത്തിൽ കാണുന്നത് സിഹർന, കഠിനമായ സിഹറാണ് എന്നാണ് ബുഖാരിയിൽ പറയുന്നത്. പക്ഷേ അത് ഖുർആൻ വിരുദ്ധമാണ്. പ്രവാചകന് മാരണം ബാധിച്ചു എന്നുള്ളത് ഖുർആൻ വിരുദ്ധമാണ്. ഒരൊറ്റ ആയത്ത് മതി അതിന്. ഇഷ്ടംപോലെ ആയത്തുകളുണ്ട്, സമയദൈർഘ്യം വേന്നുകൊണ്ട് ഒറ്റ ആയത്ത് പറയാം. പ്രവാചകനാകട്ടെ ആർക്കുമാകട്ടെ മാരണം ബാധിക്കൂല. എന്താ കാരണം? പരിശുദ്ധ ഖുർആനിലെ അലം തറ ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, വേദത്തിൽ നിന്ന് ഒരംശം നൽകപ്പെട്ടവരിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അവർ ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നു. അതായത് ആർക്കാണ് വേദം നൽകപ്പെട്ടുള്ളത്? ജൂത ക്രിസ്ത്യാനികൾ. അവരാണല്ലോ അഹ്ലു കിതാബ്. അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? പറയൂ. യഹൂദികളും ക്രിസ്ത്യാനികളും. അവരുടെ പ്രശ്നം എന്താണ്? അവർക്ക് എന്തുകൊണ്ടാണ് മാർഗഭ്രംശം ഉണ്ടായത്? അവര് യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നു. എന്താണ് ഈ ജിബ്ത് എന്ന് പറഞ്ഞാൽ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല അൽ ജിബ്തു അസ്സിഹർ, ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹർ മാരണമാകുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് മാത്രമല്ല, വഹകദാ റുവിയ അൻ ഇബ്നു അബ്ബാസ് വഅബിൽ ആലിയ വമുജാഹിദ് വഅത്വാ വഇക്രിമ വസഈദ് ഇബ്നു ജുബൈർ വശഅബി വൽഹസൻ വല്ലഹാഖ് വസുദ്ദി. ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഒട്ടനേകം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുക സിഹർ എന്ന് ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹറാണ്. അപ്പം അതിന് വിശ്വസിക്കുന്നത് ആരുടെ പാരമ്പര്യ? ജൂത ക്രിസ്ത്യാനികളുടെ പാരമ്പര്യമാണ്. എന്നിട്ട് അത് പുലുകണമെന്നാണ് നമ്മളോട് പറയുന്നത് ആര്? ഈ വിസ്ഡം CD ടവർ. നിങ്ങൾക്കറിയോ, ഈ CD ടവറിൻ്റെ ഒരു പ്രസിഡന്റ് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, ഈ മാരണം ഫലിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കറിയൂല എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നവോത്ഥാന പ്രസ്ഥാനം എന്നാ പറയുക, ഉൽപ്പതിഷ്ണുക്കൾ എന്നാ പറയുക, പുരോഗമനവാദികൾ എന്നാ പറയുക. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് പറയാണ് കൂടോത്രം ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയൂല. യഹൂദിൽ എത്രമാത്രം അധപ്പതിച്ചു നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണ് മർക്കസ് ദഅവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അനേകം വിഷയങ്ങളുണ്ട്. ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾ വാങ്ങുക, എന്നിട്ട് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ റുഖിയ ശർഇയ്യ എന്ന് പറയുമല്ലോ, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇപ്പോൾ ചില ആളുകൾ റുഖിയ ശർഇയ്യ നടത്തുകയാണ്. ഖുർആൻ തെറാപ്പി, ഖുർആൻ ചികിത്സ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. 75,000 50,000 ഒക്കെ കൺസൾട്ടിങ് ഫീസ് വാങ്ങുന്നുണ്ട്. നഊദു ബില്ലാഹ്. അതൊക്കെ ഈ ആളുകൾ കൊണ്ടുവന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സലഫികളുടെ പേരിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അറിയണം. ഇതിനെതിരെയുള്ള ധർമ്മ സമരമാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണ് കാലം തേടുന്ന ഇസ്ലാം. അതാണ് ഈ ഒരുമിച്ച് കൂടലുണ്ടല്ലോ, മവദ്ദ സോണൽ മീറ്റ് എന്ന് പറയുന്ന ഈ സംഭവം. ഇതിലൂടെ നമ്മൾ അതാണ് പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ റുഖിയ എന്ന് പറഞ്ഞാൽ? റുഖിയ എന്ന് പറഞ്ഞാൽ രോഗം മാറാനുള്ള പ്രാർത്ഥനക്കാണ് റുഖിയത്ത് എന്ന് പറയുക. ബുഖാരിയിൽ ഒരു അധ്യായം കാണാം,
ബാബു റുഖിയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ റുഖിയത്ത്, പ്രവാചകൻ നടത്തിയിട്ടുള്ള റുഖിയത്ത്. അപ്പോൾ അതിൽ 5743 നമ്പർ ഹദീസ് ഞാൻ വായിക്കാം. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅബ്ബിദു ബഅദ അഹ്ലിഹി, പ്രവാചകന് തൻ്റെ ചില ഭാര്യമാർക്ക് എന്ത് ചെയ്യും, അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രാർത്ഥിക്കും. യംസഹു ബിയദിഹിൽ യുംന, വലത് കൈകൊണ്ട് ഇങ്ങനെ തടവും. ആർക്കാണോ രോഗം അവർക്ക്, പ്രവാചകന്റെ പത്നിമാർക്കാണ് ഇവിടെ രോഗം ഉണ്ടായത്. എന്നിട്ട് എന്താ പറയുന്നത്, വയഖൂൽ, പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി വ അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. കണ്ടോ, ഇതാണ് പ്രവാചകന്റെ റുഖിയ, അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്. ഇത് നമുക്കും ആകാം. എന്നിട്ട് അങ്ങനെ തടവി ഇത് പ്രാർത്ഥിക്കുക. ഇതാണ് പ്രവാചകന്റെ റുഖിയ എന്ന് ബുഖാരി പഠിപ്പിക്കുക. ഇവരുടെ റുഖിയ എങ്ങനെ അറിയുന്നത്, സംസത്തിൽ ഊതുക എന്ന് പറയുമ്പോൾ തുപ്പുനീര് തെറിക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഊതുക, അതിൽ തുപ്പുനീര് തെറിക്കണം. ഖുർആൻ ഊതി എന്നിട്ട് അത് കുടിക്കാൻ നൽകുക. യഊദു ബില്ലാഹ്, അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ അങ്ങനെയുള്ള ഒരു തലവേദനക്കും പനിക്കും ക്യാൻസറിനൊക്കെ ഉള്ള ഒരു മരുന്നല്ല. ഖുർആൻ എന്തിനുള്ള ഔഷധ? അത് ഷിർക്കിനെതിരെ, നിഫാഖിനെതിരെ, കാപട്യത്തിനെതിരെ, അതുപോലെ തന്നെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നുള്ള വ്യതിയാനത്തിനെതിരെ, മതനിരാസത്തിനെതിരെയുള്ള ഔഷധമാണ് ഖുർആൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സഹോദരങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. സമയദൈർഘ്യം എന്നുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിന് അണിയായി, അംഗമായി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. ഞാൻ ലോകത്ത് അനവധി മുസ്ലിം പ്രസ്ഥാനങ്ങളുണ്ട്, സംഘടനകളുണ്ട്. അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പ്രസ്ഥാനം ആദർശത്തിൻ്റെ കാര്യത്തിൽ, പ്രമാണങ്ങളുടെ കാര്യത്തിൽ വളരെ കൃത്യതയുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു അനുഗ്രഹത്തിന് നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. അൽഹംദുലില്ലാഹ് എന്ന് മനസ്സിൽ തട്ടി പറയണം. നിങ്ങൾക്കറിയോ, നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ചില ആളുകൾ ഇന്ന് ജിന്ന് കൂടാരത്തിലാണ്. ഞാൻ അവരാക്ഷേപിക്കല്ല. അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്, കല്യാണം കഴിച്ചയച്ചൊരു പെൺകുട്ടി, ആ പെൺകുട്ടി അവൾക്ക് പനി ഉണ്ടായപ്പോൾ അതിൻ്റെ ഭർത്താവ് ഒരു ഡോക്ടറെ അടുത്തല്ല കൊണ്ടുപോകുന്നത്, ഒരു മൗലവിയുടെ അടുത്ത് കൊണ്ടുപോകാൻ ഉണ്ടായ സംഭവമാണ്. എന്നിട്ട് എന്താ അറിയുന്നത്, ഈ കുട്ടിക്ക് എന്തെങ്കിലും ജിന്നുബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, യഊദു ബില്ലാഹ്, എന്നിട്ട് അവിടെ ഖുർആൻ ഓതി അങ്ങനെയുള്ള ചികിത്സകൾ നടക്കുകയാണ്. അതപ്പതിച്ചിരിക്കുകയാണ്. ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ ആദർശത്തിന് വേണ്ടി ഇങ്ങനെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പരലോക ചിന്തയോടുകൂടെ അള്ളാഹുവിൻ്റെ വിചാരണയെ ഭയന്നുകൊണ്ട് സ്വർഗം നേടണമെന്നുള്ള മോഹത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ നിരന്തരമായി ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. പരിശുദ്ധനായ റബ്ബ് നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. എന്ത് പ്രലോഭനങ്ങളുണ്ടായാലും ഈ തൗഹീദിന് വേണ്ടി, പരിശുദ്ധ ഖുർആനിന് വേണ്ടി, ശിർക്കിനെതിരെ, ബിദ്അത്തിനെതിരെ പടപൊരുതുവാൻ അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം വർഹംനാ ഇന്നക അൻത അർഹമുർ റഹീമീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.